നമസ്കാരം കുട്ടികൾക്ക് ഗിരീഷ് സാറാണ്. +2 സേ എഴുതുന്ന കുട്ടികൾ, അതായത് ഇപ്പം +2 പരാജയപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ +1 ഇംപ്രൂവ്മെന്റിന്റെ കൂട്ടത്തിൽ എത്ര വിഷയങ്ങൾ വേണമെങ്കിലും +1 പോയ വിഷയങ്ങൾ എഴുതാനൊരു സുവർണ അവസരമാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, ടൈം ടേബിളായി. സെപ്റ്റംബർ 25 മുതൽ 30 വരെ. ഇത് മാക്സിമം നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല കുട്ടികളും ഇത് അറിയുന്നുണ്ടാകുന്നില്ല, പഠിച്ചിട്ട് തുടങ്ങിയിട്ടില്ലായിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ക്രൂഷ്യലാണ്. നിങ്ങൾക്ക് 3 വിഷയമല്ല, എത്ര വിഷയം, 6 വിഷയം പോയിട്ടുണ്ടെങ്കിൽ 6 വിഷയം എഴുതിയെടുക്കാം. പക്ഷെ പഠിത്തത്തിൽ വളരെ ശ്രദ്ധ, വളരെ കോൺസെൻട്രേറ്റ് ചെയ്യണം. തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ പേപ്പറുകളിലും ബാക്കിയുള്ളതിനകത്തുമൊക്കെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡേറ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരും. അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. ചെയ്തില്ലെങ്കിൽ പോലും ഇതിനകത്തെല്ലാം കൃത്യമായിട്ട് എല്ലാം ന്യൂസ് പേപ്പറിനകത്തും വരും, കൃത്യമായിട്ട് വരും. അടുത്ത എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെ അപ്ലൈ ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, +1 നിങ്ങൾക്ക് എത്ര വിഷയങ്ങൾ പോയിട്ടുണ്ടോ ആ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ്മെന്റിൽ ചെയ്തെടുക്കാം. അവിടെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര സിമ്പിൾ അല്ല. 25-ാം തീയതി തുടങ്ങി 30-ാം തീയതി പരീക്ഷ തീരും. ഹോം സയൻസ് ഒന്നും പലർക്കും ഈ സേ എഴുതുന്ന കുട്ടികൾക്ക് കാണത്തില്ല. ഒരു 4 ദിവസം കൊണ്ട് തീരുകയാണ്. ഇംഗ്ലീഷും ഫിസിക്സും ഒക്കെ ഒറ്റ ദിവസമാണ് പരീക്ഷ. കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ഒറ്റ ദിവസമാണ്. മാത്സ് സെക്കൻഡ് ലാംഗ്വേജ് ഒറ്റ ദിവസമാണ്. തൊട്ട് അടുത്ത ദിവസം മാത്രം ഒരു ഗ്യാപ്പ് ഉണ്ട്, ബയോളജി അത് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ 2 പരീക്ഷ വെച്ചാണ് നടത്തുന്നത്. നല്ല ക്ലിയർ കട്ടായിട്ട് പഠിച്ചാൽ ഈ വട്ടം നിങ്ങൾക്ക് സുഖമായിട്ട് കയറിപ്പോകാമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ജയിച്ച് കയറിപ്പോകാം. നല്ല പരീക്ഷകളായിരിക്കും, നിങ്ങൾക്ക് കയറിപ്പോകാം. +1 ഇമ്പ്രൂവ്മെന്റിൽ കയറി പോയിരിക്കണം നിങ്ങൾ, +1 പോയ കുട്ടികൾ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്ത വർഷം മാർച്ചിൽ മാത്രമേ ഉള്ളൂ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ. ഈ സെപ്റ്റംബറിൽ ഇല്ല. പിന്നെ സിലബസിൽ മാറ്റം കാണും, ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റം കാണും. അതിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം ഇനിയും വളരെ ശ്രദ്ധിക്കുക. ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് കരുതുന്നു. പരീക്ഷ സെപ്റ്റംബർ 25 മുതൽ 30 വരെയാണ്. എത്ര വിഷയങ്ങൾ വേണമെങ്കിലും ഇമ്പ്രൂവ്മെന്റ് നടത്താം. മൂന്നാമത്തെ നിങ്ങളുടെ സംശയം, ഇതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വ്യക്തമായിട്ട് വരും. അതിനനുസരിച്ച് ഞാൻ വീഡിയോയും ചെയ്തോളം കുഴപ്പമില്ല. ഒറ്റ കാര്യം കൂടെ പറയാം, അടുത്ത എല്ലാ കുട്ടികളും ചോദിക്കുന്നു, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഓൺലൈൻ അഡ്മിഷൻ. ഓൺലൈൻ അഡ്മിഷൻ തുടങ്ങാൻ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് 14-ാം തീയതി മുതൽ. 14, 16, 18 ഈ 3 ദിവസം പുത്തൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേറൊന്നും കണ്ടില്ല, ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് പോലും പ്രശ്നം വേണ്ട. നന്നായിട്ട് പഠിച്ച് ജയിക്കണം എന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരിക്കലും ആരെ ഫോഴ്സ് ചെലുത്തി നിങ്ങളെ ബലം പ്രയോഗിച്ചൊന്നും താല്പര്യമുള്ളവർക്ക് ചേരാം. നിങ്ങൾക്ക് നല്ല വ്യക്തമായി ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഒറ്റ മാസം ഏകദേശം ഒരു 1.5 മാസമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലെപ്പോഴും കരുതിക്കണം. അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് എല്ലാം സിമ്പിളായിട്ട് കണ്ട് ജയിച്ച് ഈസി ആയിട്ട് ജയിച്ച് കയറി. ഡബിൾ പാസ് അല്ല, അതിനെക്കാട്ടി കൂടുതൽ മാർക്ക് മേടിച്ചാൽ സെക്കൻഡ് ഇയർ ചുമ്മാ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. അതാണ് ഇപ്പോഴത്തെ റൂൾ, ഇന്നത്തെ വരെയുള്ള റൂൾ അനുസരിച്ച്. അത് വേണ്ടേ? ഓൺലൈൻ ബാച്ച് ചെയ്യേണ്ടവർക്കെല്ലാം ചേരാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ് നമ്പറും +1 ഇമ്പ്രൂവ്മെന്റ് ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് മാത്രം കൊടുത്താൽ മതി. തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരും. പെട്ടെന്ന് അടിയും, പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് തുടങ്ങും. ഇപ്പം നേരത്തെ ഇരുന്നവർക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാൻ തുടങ്ങി. അന്നേരം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അടിച്ച് പൊളിച്ച് പഠിക്കാൻ നല്ല മാർക്ക് കിട്ടാൻ നോക്കുക. ഇതിൽ ഡബിൾ പാസ് മാർക്ക് മണ്ടയ്ക്ക് മുകളിൽ നമ്മൾ മേടിച്ചിരിക്കും. ഉറപ്പല്ലേ? നെവർ എവർ ഗിവ് അപ്പ്.